السلام عليكم ورحمة الله تعالى وبركاته. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. എന്തെല്ലാവരും വിശേഷം? റാഹത്തന്നല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ദുരിതങ്ങളെയും അകറ്റി ഓൻ്റെ ഇഷ്ടദാസന്മാരിൽ, ഓൻ്റെ ഹബീബിൻ്റെ മഹബൂബീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഓൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധാരാളം ഇഷ്ടം വെക്കാനുള്ള, ഹുബ്ബ് വെക്കാനുള്ള, ഇഷ്ക് വെക്കാനുള്ള തൗഫീഖ് പടച്ച റബ്ബ് നമുക്ക് നൽകട്ടെ. ആമീൻ. എന്താണെങ്കിലും അൽഹംദുലില്ലാ, നമ്മൾ നിലകൊള്ളുന്നത് ഒരു വെള്ളിയാഴ്ച രാവിലാണില്ലേ. കഴിഞ്ഞ വെള്ളിയാഴ്ച രാവ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, മുഹറമിലെ വളരെ പ്രധാനപ്പെട്ട ദിവസമായിട്ടുള്ള ആഷൂറ ദിവസത്തിൻ്റെ രാവായിരുന്നു. അതോടൊപ്പം വെള്ളിയാഴ്ച രാവ് കൂടെയായിരുന്നു. അതൊക്കെ നമ്മൾ അൽഹംദുലില്ലാ നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളെ ഹയാത്താക്കി. അള്ളാഹു കബൂലാക്കട്ടെ. എന്താണെങ്കിലും നമുക്കറിയാം, നമുക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലേ, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് ദുഃഖങ്ങളുണ്ട്. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളില്ലേ, ഒരുപാട് ആളുകളുണ്ട്. വീട് പണി പൂർത്തിയാകാണ്ട് പ്രയാസപ്പെടുന്ന ആളുകളില്ലേ, അതും ഒരുപാട് ആളുകളുണ്ട്. വീട്ടിൽ ദാരിദ്ര്യം കൊണ്ട് ഇടങ്ങാറാവുന്ന ആളുകളോ, അതും ഒരുപാട് ആളുകൾ. വിവാഹം ശരിയാകാതെ അങ്ങനെയും ഒരുപാട് ആളുകൾ. ജോലിയില്ലാതെയോ, അങ്ങനെയും ഒരുപാട്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഏതൊരു പ്രശ്നം പറഞ്ഞാലും ആ പ്രശ്നം ഇല്ലാത്ത ആളുകൾ മേ ബി ഉണ്ടാകൂല എന്ന് പറയാം. കാരണം ഒരാൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് ആ പ്രശ്നം ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ ഞാൻ കൂടുതൽ നീട്ടി പരത്തി പറയല്ല. പ്രശ്നം ഏതോ ആയിക്കോട്ടെ, ദുഃഖം എന്തോ ആയിക്കോട്ടെ, പ്രതിസന്ധി എങ്ങനെയോ ആയിക്കോട്ടെ, എത്ര കഠിനമേറിയ പരീക്ഷണമോ ആയിക്കോട്ടെ, നോ പ്രോബ്ലം. ഈ സ്വലാത്ത് നമ്മളുടെ ലൈഫിൽ ഇന്ന് മുതൽ ചൊല്ലാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഇൻഷാ അല്ലാഹ് പ്രശ്നങ്ങൾ എന്താണെങ്കിലും എങ്ങനെയാണെങ്കിലും പടച്ച റബ്ബ് അതൊക്കെ തീർത്ത് തരും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും വേണ്ട. ഈ സ്വലാത്തിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റിയാണ്, ഒരു വ്യക്തി ഈ ഒരു സ്വലാത്ത് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ 1,00,000 സ്വലാത്ത് ചൊല്ലിയതിന് തുല്യമാണ് എന്ന്. സുബ്ഹാനല്ലാഹ്. ഒറ്റവട്ടം ചൊല്ലിയാൽ 1,00,000 മറ്റു ഇതര സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലത്തെ സ്വലാത്തുകൾ 1,00,000 ചൊല്ലുന്നതിന് തുല്യമാണ് അത്രേ. സുബ്ഹാനല്ലാഹ്. അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. അവതിൻ്റെ ഫലം ഒന്ന് ആലോചിച്ച് നോക്കി. അതുപോലെ തന്നെ ഒരു വ്യക്തി ഈ ഒരു സ്വലാത്ത് 500 പ്രാവശ്യം ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് ഓളുടെ എല്ലാ ദുരിതങ്ങളെയും പടച്ച റബ്ബ് അകറ്റി കൊടുക്കുന്നതാണ്. മനസ്സിലായില്ലേ? എല്ലാ ദുഃഖങ്ങളും ഓരോന്ന് നമ്മൾ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ ഇത് ചൊല്ലിയിട്ട് ദുആ ചെയ്യുക. പടച്ചോനെ കടങ്ങൾ, പടച്ചോനെ വീട് പണി, പടച്ചോനെ ആഖിറ നന്നാക്കി താട്ട്, പടച്ചോനെ ഈമാനോട് കൂടെയുള്ള മൗത്ത് നൽകണേ, പടച്ചോനെ ഞങ്ങളെ നന്നാക്കി തരണേ, എൻ്റെ ഹബീബിനെ സിയാറത്ത് ചെയ്യാൻ കഴിയണേ പടച്ചോനെ, ഉംറ ചെയ്യാൻ തൗഫീഖ് നൽകണേ പടച്ചോനെ, മബ്റൂറായിട്ടുള്ള ഹജ്ജ് ചെയ്യാൻ തൗഫീഖ് നൽകണേ പടച്ചോനെ. ഇങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് ദുആ ചെയ്താൽ ഉത്തരം ഉറപ്പാണ്. ഇനി ഏതാ സ്വലാത്ത് എന്നല്ലേ, അതല്ലേ പിന്നെ നെക്സ്റ്റ് കാര്യം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ നൂരി ദാത്തി വസിറ്റി സാരി സിർറുഹു ഫി ജമീഅൽ അസ്മാഇ വസിഫാത്ത്. ഇതാണ് സ്വലാത്ത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. അള്ളാഹു കബൂലാക്കട്ടെ. ജീവിതത്തിൽ ഒരുപാട് ചൊല്ലാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.